സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ ഭാഗത്തും അതിൽ ചെറിയൊരു തെറ്റുണ്ട്. മക്കളെ, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ നിങ്ങളെല്ലാവരെയും വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുള്ളത് കമൻറ്റിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായി. അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതിൽ നമുക്കും അതിൽ വിഷമമുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഡേർഡായിരുന്നു, സിലബസിൻ്റെ അകത്ത് തന്നെയാണ് ചോദ്യങ്ങൾ വന്നത്, ഇംപ്രൂവ്മെൻറ്റ് എക്സാം നേരത്തെ ആക്കണം, വാല്യുവേഷൻ ലിബറൽ ആകാനുള്ള സാധ്യതയുണ്ട്. ഫിസിക്സ് എക്സാം ഇതിൻ്റെ മുന്നേ 2018 ഇതുപോലെ ചോദിച്ചപ്പോൾ വാല്യുവേഷൻ ലിബറൽ ആക്കാനുള്ള സാധ്യതയുണ്ട്. അഞ്ചാമതായിട്ട് ഏഗണിൽ അതിലുള്ള 95% ക്വസ്റ്റ്യൻസും ഏഗണിൻ്റെ ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മളൊരിക്കലും നമ്മുടെ ക്ലാസ്സിന് മേന്മ പറയാനല്ല, നമ്മൾ NCERT ബേസ്ഡ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, ഇതിന്റെ പ്രൂഫ് ഒരുപാട് പേര് അതിൽ തള്ളിയതല്ലേ, പ്രൊമോഷന് വേണ്ടി പറയല്ലേ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് നിങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്ന ക്ലിപ്പ്. റിലേഷൻസ് ഫ്രം A to B എന്തായിട്ട് മാറുന്നു? 2 into 3 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 2 raised 6 എന്ന് പറഞ്ഞാൽ 64 ആണ് വരിക. ഈ ഓർഡേർഡ് പേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മാർക്കിനൊക്കെ സാധാരണ ഓർഡേർഡ് പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. സോ ഈ √2 ക്യാൻസൽ ആവും. ഫൈനലി എന്താ ബാക്കിയുള്ളത്? √2 cos x. അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. √2 cos x. NC0 പ്ലസ് NC0 NC1 എന്നൊക്കെ പറഞ്ഞാൽ ബൈനോമിയൽ കോഫിഷ്യന്റ് ആണ്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ NC0 പ്ലസ് NC1 പ്ലസ് NC2 എക്സെട്ര അപ് ടു NCN വരെ മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 raised to. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇക്വേഷൻ ഓഫ് ദി ലൈൻ L1. L1ന്റെ ഇക്വേഷൻ കാണണം. അതിന് വെരി സിമ്പിൾ. അതിനൊരു പോയിന്റ് ഉണ്ട്, x1 y1. ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് കൊടുത്തിട്ടുണ്ട് 1 - 2. ഇങ്ങോട്ട് കൊടുക്കാൻ മറക്കരുത്. A is 3 into x1 3 ആണ്, സോ 3 into 3 പ്ലസ് B എത്രയാ? -4 into -5 -4 വരുന്നതാണ്. സോ ഫോക്കസ് ഇസ് ഈക്വൽ ടു വന്ന് 0, -4. റൈറ്റ്. n-1ന്റെ വാല്യൂ ഇവിടെ 4, മാച്ചിങ് n-ന്റെ വാല്യൂ 5. ആയിഷ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇവിടെ ഇനി 80 അല്ല, ഇനി വേറെ ഏതെങ്കിലും ആൻസർ ആണെങ്കിലും ഇതേപോലെ ചെയ്തിട്ട് കണ്ടുപിടിക്കണേ. സോ അതിന്റെ ഡൊമൈനും റേഞ്ചും നോക്കിയോ. ഡൊമൈൻ വരുന്നത് r- set to 0, റേഞ്ചും വരുന്നത് r- set to 0. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡൊമൈൻ വരും, ഡൊമൈൻ ഇസ് ഈക്വൽ ടു -3 to 3. ഇത് ചെയ്യാൻ ഒരു പ്രോപ്പർ മെത്തേഡ് ഉണ്ട് കേട്ടോ. 4 I² എത്രയാ? അഗൈൻ -1, സോ 4 into -1, സോ ദ ആൻസർ ഈസ് -4. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്സിസിൽ, അതായത് നമ്മൾ സാധാരണ ഒരു എലമെന്റ് റെപ്രസെന്റ് ചെയ്യില്ലടാ. അരഗൻ പ്ലെയിൻ പറയുന്ന സമയത്ത് ഇത്രയില്ലടാ. ചോദിച്ചാൽ തന്നെ അരഗൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ x ആക്സും y ആക്സും കൺസിഡർ ചെയ്യും. ഈ x ആക്സിനെ നമ്മൾ റിയൽ ആക്സിസ് ആയിട്ട് അടയാളപ്പെടുത്തും, ആൻഡ് y ആക്സിനെ ഇമാജിനറി ആക്സിസ് ആയിട്ടും അടയാളപ്പെടുത്തും. ഓക്കെ, 6 കിട്ടാൻ ഏതിന്റെ ഫാക്ടോറിയൽ വരണം? 3ന്റെ ഫാക്ടോറിയൽ വരണം. 6 എന്ന് പറഞ്ഞാൽ 3ന്റെ ഫാക്ടോറിയൽ ആണ്. അപ്പൊ നമുക്ക് പറയാം r-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്. r is equal to p എന്ന് പറയുന്ന ആളുണ്ട്. p എന്ന് പറയുന്ന ആൾ എത്ര പ്രാവശ്യം ഉണ്ട് നോക്കിക്കേ. p എന്ന് പറയുന്ന ആൾ 1, 2 പ്രാവശ്യം. സോ into 2 ഫാക്ടോറിയൽ. ഒന്നുമില്ല. y - y1 is equal to m into x - x1 -2 into x - x1, that is 1. So y plus 2 is equal to bracket open ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് തന്നിരിക്കും ABC. ഇവ എയും ബിയും മതി നമുക്ക്. 2 പുരുഷന്മാരിൽ നിന്നും 2 പുരുഷന്മാരെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? 2C2 ആയിട്ട് മാറും. 2C2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2C2 എത്രയാണ്? 1 ആണ് വരിക. സോ 2 നെഗറ്റീവ് കട്ടായി പോകും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? 2ഉം sin x ആണ് ബാക്കിയുള്ളത്. 1/2 is equal to 6 ആയതുകൊണ്ട് n-1 is equal to എത്ര വന്ന്? ക്ലിയർ ആയിട്ട് 1/8 വരും. ഓക്കെ, സോ 1/r³ is equal to 1/2³ എന്ന് വരും. ഓക്കെ, എന്തിനാ ഞാൻ അങ്ങനെ 2³ എന്ന് എഴുതിയത്? കാരണം എനിക്ക് പവറിലാണ്. ഓക്കെ, ഇത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ r³ ഉള്ളത്, സോ ഇവിടെ അതേ ഫോമിലാക്കാൻ വേണ്ടിയിട്ട്. സോ r-ന്റെ വാല്യൂ എത്ര വന്ന്? 2 വന്നു. r is equal to 2 x², കാരണം ഈ h0 ആയി പോയി. സോ x into x വന്ന് x². -x എന്തായി പോയി? x പോയി. ബാക്കി എന്താണുള്ളത്? -1 മൈനസ് പ്ലസ് 1 ആയിട്ട് മാറുന്നു. സോ ഇയാൾ എന്തായിട്ട് മാറുന്നു? -1 -1/x -1. ഓക്കെ, റെഡി? യെസ്. ഇനി ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ്റെ ആൻസർ ആണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്. കണ്ടാണ് അതിന്റെ ആൻസർ, ബുക്കിലുണ്ട് ഇതിന്റെ ആൻസർ. ഓക്കെ, ഈ ഒരു ക്ലിപ്പിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഞങ്ങളൊരു പ്രഡിക്ഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ച ഈ ചോദ്യങ്ങൾ മാത്രം വരുന്നു എന്നുള്ള രീതിയിലല്ല. അല്ലെങ്കിൽ ഒരു 50-60 ചോദ്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഇതിൽ നിന്ന് മാത്രം ചോദ്യം ചോദിക്കുള്ളൂ, മറ്റൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ഏകൺ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞങ്ങൾ ചെയ്തിരിക്കുന്നത്
NCERT സിലബസിൽ എന്താണോ പഠിക്കാനുള്ളത് ആ NCERT കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ഇയർ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്നതിന് പകരം NCERT പഠിക്കാനുള്ളത് എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്തു. മീൻസ് ഈഗൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരു റീസെൻ്റ് ആയിട്ട് 3 to 4 months ആയി വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഷോർട്ട് ടൈമിൽ തന്നെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് NCERT കവർ ചെയ്ത് പഠിപ്പിക്കാനാണ് പഠിച്ചത്. ഒരിക്കലും പ്രഡിക്ഷൻ അല്ല ഉദ്ദേശിച്ചത്, കവർ ചെയ്ത് പഠിപ്പിക്കാനുള്ളതാണ്. ആര് അങ്ങനെ നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് ടീച്ചർ അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിലും ഇത് ഇങ്ങനെ തന്നെ വരുള്ളൂ. അത് NCERT ചോദ്യങ്ങൾ വരുള്ളൂ, ആ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോൻ്റെ താഴത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മോശം രീതിയിൽ നമ്മളോട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ ഭാഗത്തും അതിൽ ചെറിയൊരു തെറ്റുണ്ട്. നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോയി, നിങ്ങൾ വിചാരിച്ച പോലെ എക്സാം എഴുതാൻ വേണ്ടി പറ്റിയില്ല. ഫുൾ A+ പ്രതീക്ഷിച്ച് പോയ കുട്ടികളുണ്ട്, ഫുൾ A+ കിട്ടിയില്ല. അല്ലെങ്കിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിച്ച കുട്ടികളുണ്ട്, അവർക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാമിനേഷൻ ഡിഫിക്കൽട്ടായി, അത് കിട്ടുമെന്നുള്ള ഒരു നിങ്ങളുടെ ഒരു പ്രതീക്ഷ പോയി. അല്ലെങ്കിൽ ജയിക്കുമെന്ന് പോലും സംശയമുള്ള പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്തായി പോയി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് അവതരിപ്പിച്ചത്. പക്ഷേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ ഈവൻ ഞാനൊരു +1 സ്റ്റുഡൻ്റ് ആണെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെങ്ങനെയാണോ റിയാക്ട് ചെയ്തത് അങ്ങനെ തന്നെയായിരിക്കും ഞാനും റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ കുറച്ച് ഫാക്റ്റുകളുണ്ട്, കുറച്ച് റിയാലിറ്റികളുണ്ട്. ആ റിയാലിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞതിൽ നമുക്ക് ആ സമയം തിരഞ്ഞെടുത്തതിൽ സങ്കടമുണ്ടെങ്കിലും പക്ഷേ ആ റിയാലിറ്റി നിങ്ങളോട് ഇപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങളോടും ഞങ്ങളോടും ചെയ്യുന്നൊരു ചതിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങളെ വേദനിപ്പിക്കാനല്ല, നിങ്ങളെ ഏറ്റവും മികച്ച ആൾക്കാരാക്കി, ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാക്കി മാറ്റാനുള്ള ഒരു ഉദ്ദേശമാണ് നമ്മൾ ആ വീഡിയോ ചെയ്യേണ്ട കാരണം. പക്ഷേ ആ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മീൻസ് ഒരുപാട് കുട്ടികൾ ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഏഗൺ നിങ്ങൾക്കെതിരെയാണ്, ഏഗൺ +1 വിദ്യാർത്ഥികൾക്കെതിരെയാണ്. മക്കളെ, ഒരിക്കലും ഏഗൺ നിങ്ങളെ എതിരെയല്ല, ഏഗൺ നിങ്ങളെ കൂടെ തന്നെയുണ്ട്. ഓരോ ലൈവിലും വളരെ നമ്മൾ പ്രസൻ്റായിട്ട് തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൗണ്ട് വളരെ കുറവായിരുന്നു. ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ ഒരു കുട്ടീൻ്റെ ലാസ്റ്റത്തെ ഡൗട്ട് തീർന്നിട്ടേ നമ്മൾ ലൈവിൽ നിന്ന് ഇറങ്ങി പോകുന്നുള്ളൂ. നമ്മൾ തന്നെ ലൈവിൽ പറഞ്ഞാണ് ഏത് കുട്ടിക്കും എങ്ങനെ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം. അങ്ങനെ ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ അവസാനത്തെ ഡൗട്ട് വരെ തീർന്നിട്ടാണ് ഞങ്ങൾ ലൈവിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. സോ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് 3-4 കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി. അതിൽ നിന്ന് മാറിയിട്ട് 2-3 ക്വസ്റ്റ്യൻ വന്നപ്പോൾ നിങ്ങൾ പാനിക്കായി, പഠിച്ചതും എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മൊത്തം പേപ്പറും ഡിഫിക്കൽട്ടായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും മക്കളെ, അതൊന്നും ഒരിക്കലും നിങ്ങളെ മിസ്റ്റേക്ക് അല്ല. നിങ്ങൾ അങ്ങനെ വെറും 3 വർഷത്തെയോ 4 വർഷത്തെയോ പ്രീവിയസ് ഇയർ ആണ് പഠിച്ചു പോയെങ്കിൽ മെജോറിറ്റി കുട്ടികളും ഇങ്ങനെ തന്നെയാണ് പഠിച്ചു പോയത്. നമ്മുടെ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് പോയി വന്നുപോയി. ആ കോവിഡിന്റെ സമയത്ത് ഇത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു ട്രെൻഡ് വന്നുപോയി. മെജോറിറ്റി കുട്ടികളും അങ്ങനെയാണ് പഠിച്ചു പോയത്. അങ്ങനെ പഠിച്ചു പോയതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. 10 വർഷത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നതൊക്കെ HSS ലൈവ് ഒക്കെ നിങ്ങളെ വിരൽത്തുമ്പിലുണ്ട്. നിങ്ങളത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതേ മീൻസ് പലപ്പോഴും പല ചാപ്റ്ററിൽ നിന്നായിരിക്കും ഡിഫിക്കൽട്ടായിട്ട് ചോദിക്കുന്നത്. എപ്പോഴും ഒരേ ചാപ്റ്റർ തന്നെ ആയിരിക്കില്ല. ഏതെങ്കിലുമൊക്കെ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ കോവിഡിൻ്റെ മുന്നേ ഉള്ള കാലഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാഷന്മാർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നൊക്കെ പറയുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ്. അധിക ചോദ്യങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ, അതും അതിലെ ഡിഫിക്കൽട്ട് ചോദ്യങ്ങളല്ല. NCERT ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കാണുന്ന 2-3 ചോദ്യങ്ങളുടെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഇത് മാഷന്മാർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് മീൻസ് മാത്രം ലെവൽ ക്വസ്റ്റ്യൻസും എല്ലാം വന്നിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിനുള്ള പ്രിപ്പറേഷൻ ടൈം കിട്ടിയില്ല എന്നുള്ളത് സത്യമാണെങ്കിലും അത്ര വലിയ ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏഗൺ ഒരിക്കലും കുട്ടികൾക്കെതിരെയല്ല. നമ്മളെപ്പോഴും കുട്ടികളെ കൂടെ നിന്നിട്ടുള്ളൂ. ഇതിൽ ഒരു സത്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ +1 നിങ്ങൾ എഴുതിയ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ അവസാനത്തെ എക്സാം അല്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് 12th ബോർഡ് എക്സാം എഴുതാനുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഫ്യൂച്ചർ സ്റ്റഡീസ് ഒരുപാട് ഡിഗ്രിക്കൊക്കെ പോകുന്ന പിള്ളേർ, അങ്ങനെ ഡിഗ്രിക്ക് പോകാൻ പ്ലാനുള്ള പിള്ളേരുണ്ടാവും. സോ നിങ്ങൾ നിങ്ങളെ സീനിയേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പിള്ളേർ പറയുന്ന ഒരു വിഷയമാണ് ഈ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കിട്ടുന്നില്ല. ഒരുപാട് നിങ്ങളെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി. 2-3 കൊല്ലം കഴിഞ്ഞാൽ അതേ സ്റ്റേജിലേക്ക് എത്താനുള്ള പിള്ളേരാണ് നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി നിങ്ങൾ തിരിച്ചിടണം. ഈ കുറച്ച് സിലബസ് കവർ ചെയ്യാതെ
ഓക്കെ NCERT സിലബസ് കവർ ചെയ്യാതെ കുറച്ച് ചോദ്യങ്ങളും ഓരോ പാഠത്തു നിന്ന് 2-3 ചോദ്യങ്ങൾ അത് മാത്രമാണ് ഒരു വർഷത്തിൽ അത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് നിങ്ങൾക്ക് കടക്കാൻ വേണ്ടി പറ്റില്ല. അവിടെയാണ് ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കുന്നത്, അവിടെയാണ് നിങ്ങളെ കൂടെ ഞങ്ങളുടെ നമ്മളിത് കേൾക്കുന്നവരാണ്. ഈ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല, ഹയറിൽ ഡിഗ്രിക്ക് പോകുമ്പോൾ അവിടെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആൾക്കാർ. ഉറപ്പായിട്ടും ഇതിൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം നിങ്ങൾ മനസ്സിലാവും നമ്മൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സെൻസ് ഉണ്ടെന്നുള്ളത്. ഇപ്പോഴും കുറച്ച് ആൾക്കാരെങ്കിലും ഇത് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായിട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൽ പിന്നെ വേറെ പറഞ്ഞൊരു കാര്യമാണ് നമ്മളിത് പ്രൊമോഷന് വേണ്ടി ചെയ്യുകയാണെന്നുള്ളത്. നമ്മൾ പ്രൊമോഷന് വേണ്ടി ചെയ്യുകയല്ല, ശരിക്കും നമ്മൾ ചാനലിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ ടഫാണ്, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എളുപ്പത്തിൽ റീച്ച് കിട്ടുമായിരുന്നു. നമുക്ക് ഇതുപോലെ കരയായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ചതിയായി പോയി, അങ്ങനെ ആക്കരുത്, കുട്ടികളുടെ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടുമായിരുന്നു. അത് വളർന്നു വരുന്നൊരു ചാനലായി നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടികൾ കിട്ടണം, അതായത് നമ്മുടെ മക്കൾ കിട്ടണം, നമ്മുടെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ മാറണം എന്നുള്ളതാണ് നമ്മുടെ ഏകണ്ട ഉദ്ദേശം എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ പറയട്ടെ സാറേ, ഇവർക്ക് കമന്റ് ബോക്സിലൊക്കെ ഉള്ള ഇവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു മാനസികാവസ്ഥയിൽ എക്സാം എഴുതാൻ പറ്റാത്ത നിൽക്കുന്ന സമയത്ത് മാനസികാവസ്ഥയിൽ നമ്മളിത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അതിൽ വീണ്ടും നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു അവസാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കഴിഞ്ഞ വീഡിയോൻ്റെ താഴത്തും അത് കഴിഞ്ഞു പോയ എല്ലാ ലൈവുകളുടെ ഇടയിലും വന്നിട്ട് വളരെ മോശം കമൻറ്റുകൾ ഇടുന്നുണ്ട്, വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കുട്ടികളാണോ എന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ അങ്ങനെ അത്രയും രീതിയിൽ റിയാക്ട് ചെയ്യുമെന്നുള്ളത്. അത് കുട്ടികളാണെങ്കിൽ എനിക്കറിയില്ല, സ്റ്റുഡൻസ് ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, +1 സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട സമയം ഇതിൻ്റെ താഴത്ത് തെറി വിളിച്ചിട്ട് അല്ലെങ്കിൽ മോശം കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ വരാൻ പോകുന്ന എക്സാമിന് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. ഏത് ലൈകണ്ട ലൈവ് ആണെന്നല്ല പറയുന്നത്, ഏതാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും സെൽഫ് സ്റ്റഡി ആണെങ്കിലും, സോ നിങ്ങളെ വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കാം. ഇനിയിപ്പോൾ കുട്ടികളല്ല, നിങ്ങളിനി കമൻറ്റ് തൊഴിലാളികളാണെങ്കിൽ നിങ്ങളെ ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്യാമെന്നല്ലാതെ എനിക്ക് അതിലൊന്നും പറയാനില്ല. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് ഈ എക്സാം ഇവിടെ കഴിഞ്ഞു, അടുത്ത എക്സാമിന് ഏറ്റവും മികച്ച രീതിയിൽ മാർക്ക് വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മൾ അതിനെ കൂടെ ഉണ്ടാവും. എന്നും നിങ്ങളെ കൂടെ ഉണ്ടാവും.